ഇനി ഒന്നും നോക്കുന്നില്ല, ഇത്രയും വിലയും ഇത്രയും ഹെവി ആയിട്ടുള്ള ഈ ബ്രൈഡൽ ഗൗൺ ഇതേപോലെ ഞാൻ വെട്ടി കണ്ടിച്ചെടുത്തേക്കുവാണ്. ഇപ്പം ഇത് കാണുമ്പോഴത്തേനും നിങ്ങളെല്ലാവരും കൂടെ എന്നെ പഞ്ഞിക്കിടാൻ വരരുത്, എന്തുവാ നീ കാണിക്കുന്നത്, എന്തിൻ്റെ അഹങ്കാരം, നിനക്ക് ഇത്രയും വലിയ ഗൗണൊക്കെ നീ വെട്ടുന്നത് എന്തിനാന്നൊക്കെ ചോദിക്കരുത് കേട്ടോ. ഇത് നമ്മുടെ ഒരു കസ്റ്റമറിൻ്റെ റിക്വയർമെൻ്റ് ആണ്, ഭയങ്കര ഹെവി ആയിട്ടുള്ള, അതായത് ഒരുപാട് ലെയർ തുണിയൊക്കെ പോയിരിക്കുന്ന ഒരു ഗൗണാണ് കേട്ടോ. അപ്പോൾ ആ ഗൗണ് കൺവേർട്ട് ചെയ്യാനാണ് നമ്മളിവിടെ ശ്രമിക്കാൻ പോകുന്നത്. അപ്പോൾ ഗൗണിനെ നമ്മൾ എന്താക്കാനാണ് പോകുന്നത് നിങ്ങൾക്കറിയാവോ? ഞാൻ ഗൗണിനെ ഒരു ലഹങ്കയാക്കാൻ പോവുകയാണ്. ഇത് ആക്ച്വലി ഈ കസ്റ്റമറിൻ്റെ റിസപ്ഷൻ ഇടാനുള്ള ഡ്രസ്സാണ്. ആ കസ്റ്റമർ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല ആ ഗൗണിൽ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കൺവേർട്ടാക്കി ലഹങ്കയാക്കി തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മളൊരു ഹെവി ഗൗണിനെ കൺവേർട്ട് ചെയ്തൊരു ലഹങ്കയാക്കി മാറ്റാൻ പോകുന്നത്. അപ്പം ഞാൻ അതിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ ഇത് ഇങ്ങനെ വെട്ടി കണ്ടിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ടെൻഷനും കൂടെ ഉണ്ട് കേട്ടോ. ഒരുപാട് തുണിയുണ്ട്. ഞാൻ വിചാരിച്ചു ഇനി മാത്രം തുണി ഈ സാധനത്തിനകത്ത് ഇതിനകത്തിനാണ് 10-40 മീറ്റർ തുണിയുണ്ടെന്ന് എന്ന് വെച്ചാൽ. അപ്പം ഇവർക്ക് തുണിയൊക്കെ വെറുതെ കിട്ടുന്നതെങ്കിൽ കുറച്ച് നമുക്കും കൂടെ തന്നുവിടായോ അല്ലേ? അപ്പോൾ ഈ കസ്റ്റമർ എന്ന് പറയുന്നത് നമുക്ക് ബോംബെയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു എൻക്വയറിയാണ്. നമ്മുടെ വീഡിയോസ് കണ്ടിട്ടാണ് ഈ കസ്റ്റമർ നമ്മളോട് എൻക്വയറി ചെയ്തതും നമ്മുടെ അടുത്ത് വന്ന് ഇത് ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചതുമൊക്കെ. അപ്പോൾ ഈ ഗൗണ് നമ്മൾ കൺവേർട്ട് ചെയ്ത് ലഹങ്കയാക്കാൻ ഉള്ള പരിശ്രമത്തിലാണ് നമ്മൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൊത്തത്തിൽ കട്ട് ചെയ്ത് വേസ്റ്റിൻ്റെ അവിടെ നിന്ന് മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്തു. ഇനി മേൽഭാഗമുണ്ട്, അത് അവിടെ നിൽക്കട്ടെ. ആദ്യം നമുക്ക് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണമല്ലോ. അത് കഴിഞ്ഞിട്ടാണല്ലോ മേൽഭാഗത്തെ പറ്റി ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് ആ തുണി കണ്ടാലും അറിയാം തോരം ഉണ്ടെന്ന്, ഇഷ്ടംമാതിരി തുണിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് വെട്ടി കണ്ടിച്ചെടുത്ത് ലെവലാക്കി. ലഹങ്ക എന്ന് പറയുമ്പോൾ ആ സ്കേർട്ടിന് ഫുൾ ലെങ്ത് വേണമല്ലോ. ഇതാണെങ്കിൽ മറ്റേ ത്രികോണം ടൈപ്പ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് പോയിരിക്കുന്നത് അതിൻ്റെ കട്ടിങ്. അപ്പോൾ നമുക്ക് അതൊക്കെ ലെവൽ ചെയ്ത് അതിൻ്റെ അത് എടുക്കാൻ പറ്റുന്ന തുണി എടുത്ത് ഒക്കെ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് നമുക്ക് പിന്നെ കാണാവേ.